വെൽക്കം ടു ഓൾ. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഗ്രി ഓഫ് കോറിലേഷൻ ആണ്. ഞാൻ പറഞ്ഞു നമ്മൾ കോറിലേഷൻ എന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫിഗറിന്റെ പേര് കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ്. ആ കോറിലേഷൻ കോഎഫിഷ്യന്റ് വാല്യൂ നോർമലി റേഞ്ച് ചെയ്യുന്നത് -1 ടു +1 ആണ്. കോറിലേഷന്റെ വാല്യൂ എപ്പോഴും -1 ടു +1 അപ്പൊ അങ്ങനെ ആ കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ ബേസിൽ നമുക്ക് ആ രണ്ട് വാരിയബിൾ തമ്മിലുള്ള കോറിലേഷനെ ഒരു മൂന്നായിട്ട് തരംതിരിക്കാൻ പറ്റും. പെർഫെക്റ്റ് കോറിലേഷൻ, നോ കോറിലേഷൻ, ലിമിറ്റഡ് ഡിഗ്രി ഓഫ് കോറിലേഷൻ. അതായത് ഇവിടെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇന്റൻസിറ്റി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വാരിയബിൾസ് ആണ്. അതായത് അത് നമുക്ക് ആ ഇന്റൻസിറ്റി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് കോവിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഡിറ്റർമൈൻ ചെയ്തിട്ട്. അതിന് ഒരുപാട് മെത്തേഡുകൾ ഉണ്ട്. അത് നമുക്ക് പ്രോബ്ലം പോയിന്റ് ഓഫ് വ്യൂ ഡിസ്കസ് ചെയ്യാനുണ്ട്. ആദ്യം നമുക്ക് അതിന്റെ ആ ഇന്റൻസിറ്റി പഠിക്കാം. ഫസ്റ്റ് വരുന്നതാണ് പെർഫെക്റ്റ് കോറിലേഷൻ. നമ്മൾ രണ്ട് വാരിയബിള് പെർഫെക്റ്റ്ലി കോറിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ ദേ ഹാവ് പെർഫെക്റ്റ് കോറിലേഷൻ, ദർ ഈസ് പെർഫെക്റ്റ് കോറിലേഷൻ ബിറ്റ്വീൻ ടു വാരിയബിൾ എന്ന് പറയണമെങ്കിൽ അതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ +1 ആയിരിക്കും, അല്ലെങ്കിൽ -1 ആയിരിക്കും. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ഒരു വാരിയബിൾ ഉണ്ടാകുന്ന ചേഞ്ച് അതിന്റെ സെയിം ഫിക്സഡ് പ്രപ്പോർഷൻ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് റേഷ്യോയിൽ തന്നെ എന്തുണ്ടാവും, മറ്റേ വാരിയബിൾ ഉണ്ടാവും. അതായത് ഒരു വാരിയബിൾ ഇരട്ടി ആയാൽ മറ്റേ വാരിയബിളിലും ആ ചേഞ്ച് എന്താണ്, ഇരട്ടി തന്നെ ആവുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പെർഫെക്റ്റ് കോറിലേഷൻ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കാം. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു വാരിയബിൾ ഇരട്ടി ആയാൽ മറ്റേ വാരിയബിളും ഇരട്ടിയായിട്ട് കൂടുക. നെഗറ്റീവില് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു വാരിയബിള് പകുതിയായിട്ട് കുറഞ്ഞു, അപ്പൊ മറ്റേ വാരിയബിൾ ഇരട്ടിയായിട്ട് കൂടി. അതായത് ഒരെണ്ണം കുറഞ്ഞപ്പോ ഒരെണ്ണം കൂടി. ഫിക്സഡ് പ്രപ്പോർഷനിലാണ് അവരുടെ ചേഞ്ച് എങ്കിൽ വി ക്യാൻ സെറ്റ് ദ two variables are perfectly correlated. Their value will be, if they are positive, there is a perfect positive correlation, it will be +1. If there is a perfect negative correlation, it will be value coefficient of correlation will be -1. ഈ നോ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ തമ്മിൽ കോറിലേഷൻ ഒന്നുമില്ല. അതായത് ചേഞ്ച് ഇൻ വാല്യൂ ഓഫ് വൺ വാരിയബിൾ ഈസ് നോട്ട് ബിക്കോസ് ഓഫ് ചേഞ്ച് ഇൻ വാല്യൂ ഓഫ് അനദർ വാരിയബിൾ. അതായത് അവർ തമ്മിൽ വലിയ കോറിലേഷൻ ഒന്നുമില്ല, ബന്ധമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അതിന്റെ കോവിഷ്യന്റ് ഓഫ് കോറിലേഷന്റെ വാല്യൂ എത്രയായിരിക്കും, 0 ആയിരിക്കും. പിന്നെ വരുന്നതാണ് ലിമിറ്റഡ് ഡിഗ്രി ഓഫ് കോറിലേഷൻ. അതെന്ന് പറയുന്നത് പെർഫെക്റ്റ് കോറിലേഷന്റെയും നോ കോറിലേഷന്റെയും ഇടയിൽ വരുന്നതാണ്. അത് മേ ബി എന്തായിരിക്കാം, പോസിറ്റീവ് ആയിരിക്കാം, നെഗറ്റീവ് ആയിരിക്കാം. അതുപോലെ തന്നെ അതിന് നമുക്ക് ഹൈന്നും മോഡറേറ്റ് എന്നും ലോ എന്നൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനും പറ്റും. അതായത് ഫോർ ഒരു ലിമിറ്റഡ് ഡിഗ്രി ഓഫ് കോറിലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒട്ടും കോറിലേഷൻ ഇല്ലായികയില്ല, എന്നാൽ നന്നായിട്ട് ഉണ്ട്, ഇല്ലതാനും പെർഫെക്റ്റ് അല്ലാതെ. അപ്പൊ അതിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും, 0 to 1 ഇടയിലേക്ക്. മേ ബി -1 അല്ലെങ്കിൽ +1. 1 ഒരുപാട് ചേർന്നിട്ട് 0.89, 0.73 ഒക്കെ ആണെങ്കിൽ നമുക്ക് പറയുന്നതാണ് ഹൈ ഡിഗ്രി ഓഫ് കോറിലേഷൻ ഉണ്ടെന്ന്. 0.5 താഴെയാണ് 0.2, 0.3, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ലോ ആണ്. മോഡറേറ്റ് എന്ന് പറയുമ്പോൾ ഒരു 0.5, 0.6 അതിന്റെ ഇടയിൽ. അപ്പൊ 0നും 1നും ഇടയിലാണ് നമുക്ക് കിട്ടിയ കോഷ്യന്റ് ഓഫ് കോറിലേഷൻ എങ്കിൽ വി ക്യാൻ സെറ്റ് ദാറ്റ് ദ ഡിഗ്രി ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ ടു വാരിയബിൾ ഈസ് ലിമിറ്റഡ്. ക്ലിയർ ആയെന്ന് വിചാരിക്കണോ? നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവും. കാരണം നമ്മൾ പ്രോബ്ലം ചെയ്ത ആ ഫോർമുല വെച്ചിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന ആ ഫിഗറിന്റെ പേരാണ് കോഷ്യന്റ് ഓഫ് കോറിലേഷൻ. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.